നെക്സ്റ്റ് നോക്കൂ, കലണ്ടർ റീഡിംഗ്. സേ ദ നെയിംസ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചുവടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ജാനുവരി 2025 കലണ്ടറാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് മന്ത് ആണല്ലോ ജാനുവരി എന്ന് പറയുന്നത്. ഒരു ഇയറിലെ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജാനുവരി ആണല്ലേ. ഹൗ മെനി മന്ത്സ് ആർ ദർ ഇൻ എ ഇയർ? മന്ത്സ് ആണ് ഒരു ഇയറിലുള്ളത്. 12 മന്ത്സ് ഉണ്ട്. ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ജാനുവരി ആണ്. ദെൻ ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഡിസംബർ ആണ്. ഏതൊക്കെയാണ് മന്ത്സ്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഹോളിഡേയ്സ് ഇൻ ജാനുവരി 2025? ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളാണ് കേട്ടോ. അപ്പൊ എത്ര അവധി ദിവസങ്ങളുണ്ട് ജാനുവരി 2025 എന്നാണ്. ഹോളിഡേയ്സിലൊക്കെ കലണ്ടറിൽ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കണ്ടോ, നമ്പേഴ്സ് റെഡ് കളർ. 2 ഒരു ഹോളിഡേ ആണ്. ദെൻ 5, പിന്നെ 11 ഉണ്ട്, 12, 19, 26. അപ്പൊ എത്ര ഡേയ്സ് ആണ്? 6 ഡേയ്സ് ആണ് അല്ലെ ഹോളിഡേയ്സ് ഉള്ളത്. 6 എന്ന ബോക്സിൽ എഴുതുക കേട്ടോ. ഓൺ വിച്ച് ഡേ ആൻഡ് ഡേറ്റ് ഡസ് ന്യൂ ഇയർ സ്റ്റാർട്ട്? ഏത് ദിവസമാണ്, ഏത് തീയതിയാണെന്നാണ് കേട്ടോ. ഡേ എന്ന് പറഞ്ഞാല് ദിവസം, ഡേറ്റ് എന്ന് പറഞ്ഞാല് തീയതി. അപ്പൊ ഏത് ദിവസത്തിലാണ് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ദിവസമാണ് നോക്കൂ. ഫസ്റ്റ് ജാനുവരി, വെനസ്ഡേയിലല്ലേ? വെനസ്ഡേ എന്ന് എഴുതുക. ദെൻ ഏത് ഡേറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? ജാനുവരി 1 അല്ലേ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുക. ജാനുവരി 1 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, ക്ലീൻ സ്കൂൾ. എന്താണ്? വൃത്തിയുള്ള വിദ്യാലയം. ഓൺ സൺഡേ there was a meeting in the school for parents. ഞായറാഴ്ച രക്ഷിതാക്കൾക്ക് സ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നു. ദ ക്ലീൻ സ്കൂൾ പ്രോഗ്രാം വാസ് ഇനോഗ്രേറ്റഡ് ഓൺ മൺഡേ. തിങ്കളാഴ്ച ക്ലീൻ സ്കൂൾ, ശുചിത്വ വിദ്യാലയം എന്നുള്ള പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വാസ് പ്രസന്റ്. വാർഡ് മെമ്പർ വന്നിരുന്നു. ഓൺ ട്യൂസ്ഡേ പാം ലീഫ് ബാസ്കറ്റ്സ് വർ മെയ്ഡ്. ട്യൂസ്ഡേ എന്താ ചെയ്തത്? ഓലക്കുട്ടകള് ഉണ്ടാക്കി. ഇറ്റ്സ് വർ ഡഗ് ഓൺ വെനസ്ഡേ. വേസ്റ്റ് കുഴികള് കുഴിച്ചത് വെനസ്ഡേ ആണ്, ബുധനാഴ്ചയാണ്. പോസ്റ്റർ ക്യാമ്പയിൻ ഓൺ തേഴ്സ്ഡേ. വ്യാഴാഴ്ച പോസ്റ്റർ പ്രചരണം നടത്തി. ഓൺ ഫ്രൈഡേ ഓൾ ദ പാരന്റ്സ് ക്ലീൻഡ് അപ്പ് ദ സ്കൂൾ ആൻഡ് സറൗണ്ടിങ്സ്. വെള്ളിയാഴ്ച എല്ലാ രക്ഷിതാക്കളും വന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി. ഓൺ സാറ്റർഡേ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിക്ലെയർഡ് അവർ സ്കൂൾ എ ക്ലീൻ സ്കൂൾ. ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സ്കൂള് ഒരു ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിച്ചു എന്നാണ് കേട്ടോ. ഒരാഴ്ചയിൽ ആ സ്കൂളിൽ ക്ലീൻ സ്കൂളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കുറെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഈ ദിവസങ്ങളിൽ അവർ ചെയ്ത ഒരു 1 വീക്കിൽ അവർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, മൈ എക്സ്പീരിയൻസ് 1 വീക്ക്. ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. റൈറ്റ് 1 നൈസ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ ഈച്ച് ഡേ ഓഫ് ദ വീക്ക്. നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സൺഡേയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഉണ്ടായിച്ചാൽ അത് എഴുതുക. ദെൻ മൺഡേ എഴുതുക. ട്യൂസ്ഡേയിൽ എന്താ ചെയ്തുക? വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? സൺഡേ നമുക്ക് എന്ത് എഴുതാം? വെൻ ടു ദ ബീച്ച് എന്ന് എഴുതാം. കടൽ തീരത്ത് പോയി എന്ന് എഴുതാം. മൺഡേ നമുക്ക് എന്ത് എഴുതാം? സെലിബ്രേറ്റഡ് മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ എന്ന് എഴുതാം. എൻ്റെ സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചു എന്ന് എഴുതാം. ട്യൂസ്ഡേ നമുക്ക് പെർഫോംഡ് ഓൺ സ്റ്റേജ് അറ്റ് സ്കൂൾ എന്ന് എഴുതാം. സ്കൂളില് പരിപാടി അവതരിപ്പിച്ചു എന്ന് എഴുതാം. വെനസ്ഡേ എന്ത് എഴുതാം? വെൻ ടു ദ ടെമ്പിൾ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം അമ്പലത്തിൽ പോയി എന്ന് എഴുതാം. ദെൻ തേഴ്സ്ഡേ മദർ പ്രിപ്പയർഡ് മൈ ഫേവറേറ്റ് ഡിഷ് ബിരിയാണി. അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടാക്കി തന്നു എന്ന് എഴുതാം. ദെൻ ഫ്രൈഡേ എന്ത് എഴുതാം? ഫ്രണ്ട്സ് കെയിം ടു മൈ ഹൗസ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം കൂട്ടുകാരെല്ലാം എൻ്റെ വീട്ടിൽ വന്നു എന്ന് എഴുതാം. ദെൻ സാറ്റർഡേ നമുക്ക് എന്ത് എഴുതാം? വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരന്റ്സ് ഹൗസ്. അമ്മമ്മയുടെയും അപ്പൂപ്പൻ്റെയും വീട് സന്ദർശിച്ചു എന്ന് എഴുതാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് മന്ത് ഓഫ് എ ഇയർ. എന്താണ് മന്ത് എന്ന് പറഞ്ഞാൽ മാസം, ഇയർ എന്ന് പറഞ്ഞാൽ കൊല്ലം. മാസങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ഫിൽ ഇൻ ദ നെയിംസ് ഓഫ് ദ മന്ത്സ്. കലണ്ടർ നോക്കിയിട്ട് മാസങ്ങളുടെ പേര് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ ജാനുവരി തന്നിട്ടുണ്ട്. ജാനുവരി എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയർ ആണ് അല്ലേ? എന്താണ് പുതുവർഷം തുടങ്ങുന്നത് ജാനുവരിയിലല്ലേ? ദെൻ ഫെബ്രുവരി തന്നിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് ഡിസംബർ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നോക്കൂ,
സമ്മർ വെക്കേഷൻ ആണ് ഏപ്രിലും മെയ്യിലും. ദെൻ സ്കൂൾ റീഓപ്പൺ ചെയ്യപ്പോൾ ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്. ഓഗസ്റ്റില് ഇൻഡിപെൻഡൻസ് ഡേ, ദെൻ എന്താണ് ചിൽഡ്രൻസ് ഡേ നവംബറിൽ, ദെൻ ക്രിസ്മസ് ഡിസംബറിൽ. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? ഓൺ വിച്ച് മന്ത്സ് ഡു യു ഹാവ് ദ സമ്മർ വെക്കേഷൻ? നിങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങളിലാണ് വേനൽ അവധിക്കാലം ഉള്ളതെന്ന് കേട്ടോ. എപ്പോഴൊക്കെയാണ്? ഏപ്രിലും മെയ്യിലും ആണ് അല്ലേ. ഇൻ വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ? നിങ്ങളുടെ പിറന്നാള് ഏത് മാസത്തിലാണെന്നാണ് കേട്ടോ. നിങ്ങളുടെ ഏതാ മാസം എന്നുണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. കളർ ദ മന്ത് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ മാസത്തിലാണോ പിറന്നാളുള്ളത് ആ മന്ത് ബ്ലൂ കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവിടെ മുകളിൽ തന്നിട്ടില്ലേ, അത് കളർ ചെയ്യുക കേട്ടോ. ദെൻ വിച്ച് ഈസ് ദ ലാസ്റ്റ് മന്ത് ഓഫ് എ ഇയർ? ഒരു കൊല്ലത്തിലെ ലാസ്റ്റ് മാസം ഏതാണ്? ഡിസംബർ അല്ലേ, ഡിസംബർ എന്ന് എഴുതുക. വിച്ച് മന്ത് എന്ന് തന്നിട്ടുണ്ട്, ഏത് മാസം എന്ന്. എന്താണ്? ഹാപ്പി ന്യൂ ഇയർ ആണ് അല്ലേ. ന്യൂ ഇയർ ബിഗിൻസ് എപ്പോഴാ? ജാനുവരിയിലാണ്. ദെൻ റിപ്പബ്ലിക് ഡേ ആണ് ജാനുവരിയിലാണ്. ചിൽഡ്രൻസ് ഡേ നവംബറില്, ഗാന്ധി ജയന്തി ഒക്ടോബറിൽ, ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റില്, ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബറില്. നെക്സ്റ്റ് സീസൺസ് ആണ് കേട്ടോ, കാലങ്ങളാണ്. അതായത് വേനൽക്കാലം, മഴക്കാലം എന്നൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ. സമ്മർ, സ്പ്രിങ്, റെയിനി, വിന്റർ. ഏതൊക്കെ സീസൺസ് ഉള്ളത്? സമ്മർ എന്ന് പറഞ്ഞാൽ കണ്ടോ വരണ്ടിട്ട് കിടക്കണ കണ്ടോ ഭൂമിയെല്ലാം. വേനൽക്കാലാണ് അല്ലേ, മഴ പെയ്യാത്ത കാലാണ് അല്ലേ. അപ്പോൾ കണ്ടോ വരണ്ട ഭൂമിയാണ്. ദെൻ അടുത്തത് നോക്കൂ, സ്പ്രിങ് ആണ്. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ വസന്തകാലാണ്, പൂക്കളൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന കാലം കേട്ടോ. അതാണ് നമ്മൾ പറയുക സ്പ്രിങ് എന്നാണ്. ദെൻ അടുത്തത് റെയിനി ആണ്, റെയിനി സീസൺ ആണ്. റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം. കണ്ടോ മഴ പെയ്യുന്ന കണ്ടോ, മഴക്കാലമാണ് റെയിനി സീസൺ. ദെൻ വിന്റർ ആണ്, മഞ്ഞുകാലാണ്. ശീതക്കാലമാണ്, ശീതക്കാലം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം. ജോയിൻ പിക്ചേഴ്സ് സ്യൂട്ടബിൾ ടു ദ സീസൺ. സീസൺസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഈ കാലങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ് ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അംബർലയുടെ ഉണ്ട്, ദെൻ വുളൻ ക്ലോത്ത്സ് ഉണ്ട്. അടുത്തത് ഹാൻഡ് മെയ്ഡ് ഫാൻ ആണ്. ദെൻ ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഏത് സീസണിലാണോ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അനുയോജ്യമായിട്ടുള്ളത്, അതിന് ഫസ്റ്റ് അംബർലയാണ്. നമ്മൾ മഴക്കാലത്തല്ലേ യൂസ് ചെയ്യുക, റെയിനി സീസൺ ആണ്, വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് വുളൻ ക്ലോത്ത്സ് ആണ്, തണുപ്പ് കാലത്ത് ധരിക്കുന്നതാണ് അല്ലേ. അപ്പൊ ഏതാണ്? വിന്റർ സീസണിലാണ്. ഹാൻഡ് മെയ്ഡ് ഫാൻ ആണ്, അതെപ്പോഴാണ്? സമ്മർ സീസണിലാണ്, അത് വരച്ച് യോജിപ്പിക്കുക. നെക്സ്റ്റ് ഫ്ലവേഴ്സ് ആണ്, വസന്തകാലത്തിലല്ലേ ഫ്ലവേഴ്സ് പൂക്കളൊക്കെ വിരിയുക. സ്പ്രിങ്ങിലോട്ട് വരച്ച് യോജിപ്പിക്കുക കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.